താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഡിസംബർ 9 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വിവിധ പാർട്ടികൾക്ക് അനൗൺസ്മെന്റ് നൽകുന്ന തിരക്കിലാണ് കാലടി സ്വദേശിയായ ജയൻ എൻ ശങ്കരൻ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജയൻ ഈ രംഗത്ത് വന്നത്. വാർഡിന്റെ സർവ്വ പുരോഗതിക്കായി പോരാടി നേടാൻ, നാട്ടിൽ വികസന പൂമഴ തീർക്കാൻ നാടറിയുന്ന സാരഥിക്കൊരോട്ട്, മനസ്സറിഞ്ഞൊരോട്ട്, ഈ പ്രദേശത്തെ ജനവിഭാഗങ്ങളുടെ ഏത് പ്രശ്നത്തിലും ജാതിമത രാഷ്ട്രീയ ഭേദചിന്തയില്ലാതെ ഇടപെടുന്ന, പരിഹാരം കണ്ടെത്തുന്ന, അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ദൈനംദിനം ഇടപെടാൻ കഴിയുന്ന, പോരാട്ട വീതിയിൽ എതിർപ്പുകൾ അവഗണിച്ച് കരുത്തോടെ ചുവടുവയ്ക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരന് ജാതിമത ചിന്തകൾക്കതീതമായി വേർതിരിവുകളില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളുമായി കൂടിയാലോചിച്ച് പദ്ധതികൾ നടപ്പിലാക്കി വാർഡിന്റെ പൊതുക്ഷേമത്തിനായി പോരാടി നേടാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് വിവിധ മുന്നണികൾക്കായാണ് ജയൻ എൻ ശങ്കരൻ ശബ്ദം നൽകുന്നത്. നാടിന്റെ സർവ്വ പുരോഗതിക്കായി പോരാടി നേടാൻ, നാടിൻ വികസന പൂമഴ തീർക്കാൻ നാടറിയുന്ന സാരഥിക്കൊരോട്ട്, മനസ്സറിഞ്ഞൊരോട്ട്, ഈ പ്രദേശത്തെ ജനവിഭാഗങ്ങളുടെ ഏത് പ്രശ്നത്തിലും. ഞാനൊരു രാഷ്ട്രീയത്തിലും അംഗമല്ല, പക്ഷേ ഞാൻ എല്ലാ മുന്നണികൾക്കും വേണ്ടി പറയും. ഏത് മുന്നണിക്ക് പറയുമ്പോഴും എനിക്ക് എൻ്റെ അന്നമാണെന്ന ഒരു ചിന്തയുള്ളതുകൊണ്ട് ഞാൻ എഴുതുന്ന വാക്കുകളാണ് ഞാൻ പറയുക. അത് ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവർ തരുന്ന കാര്യം ഞാൻ നന്നായി പഠിച്ചെഴുതും. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ആരുടെ പറഞ്ഞാലും ഒരു താളമുണ്ടെന്ന് അവർക്കൊരു തോന്നലുണ്ട്. പിന്നെ എന്നെ സഹായിക്കുന്ന ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ട് ഈ ഫീൽഡിൽ. അവരെൻ്റെ പേര് റെക്കമെൻഡ് ചെയ്യും. ആരെയും ആകർഷിക്കുന്ന ശബ്ദമാണ് ജയന്റേത്. ചെറുപ്പം മുതൽ ജയൻ ഈ മേഖലയിൽ സജീവമാണ്. എനിക്ക് കാലടി ശിവരാത്രി മണൽ പുറത്തു വരുമ്പോൾ അച്ഛൻ്റെ കൈക്ക് കൂടെ വരുന്ന കാലത്ത് ഒരു പ്രഭാകരൻ അദ്ദേഹം അവിടെ അനൗൺസ് ചെയ്ത് കേട്ടപ്പോൾ തുടങ്ങിയതാണ് മൈക്കിൻ്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറയണം എന്ന തോന്നൽ, ആഗ്രഹം. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാട്ടിലെ കേളുമുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ നാടകം കളിച്ച ആ പരിചയത്തിൽ നിന്ന് എവിടെ ചെല്ലുമ്പോഴും നമ്മുടെ ആളുകൾ മൈക്ക് തന്ന് എന്തെങ്കിലും പറയാൻ പറയും. അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ 41 വർഷമായി ഈ രംഗത്തേക്ക് വന്നിട്ട്. 1984 എനിക്ക് ആദ്യ പ്രതിഫലം കിട്ടിയത്. ഒരു കുരിശുംതൊട്ടിയുടെ ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട് ലൈവ് അനൗൺസ്മെൻറ്റിലൂടെ. അന്നാണ് ആദ്യത്തെ പ്രതിഫലം 40 രൂപ കിട്ടിയത്. നല്ല ഓർമ്മയുണ്ട്. 220 നോട്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഞാൻ ഇവിടുത്തെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളുടെ, ഇപ്പോൾ ചേലാമറ്റത്ത് എത്തിയാൽ അവിടെ അനൗൺസ്മെൻറ്റ്, അവിടുത്തെ കാര്യങ്ങളുടെ അറിയിപ്പ് ശബ്ദം എൻ്റേതാണ്. തൊട്ടടുത്ത തൊട്ടുവത്തേവരുടെ അടുത്തെത്തിയാൽ അവിടെയും ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവത്തെക്കുറിച്ച്, അമ്പലത്തെക്കുറിച്ചൊക്കെ പറയുന്ന അനൗൺസ്മെൻറ്റ് ശബ്ദം. അതുപോലെ തന്നെ എല്ലാ ഇവിടുത്തെ സംഘടനകളുടെ SNDP ആയാലും NSS ആയാലും KPMS ആയാലും അതുപോലെ വിവിധ സംഘടനകളുടെ, ക്ഷേത്രങ്ങളുടെ, പള്ളികളുടെ, അങ്ങനെ എല്ലാ വിഭാഗ ആളുകളുടെയും അനൗൺസ്മെൻറ്റ് എനിക്ക് കിട്ടാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്. നാടകവേദികളിലെ അനൗൺസ്മെന്റുകളിൽ നിന്നായിരുന്നു തന്റെ തുടക്കം ആരംഭിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. ശബ്ദം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയതോടെ മറ്റു ജില്ലകളിൽ നിന്നും സ്ഥാനാർത്ഥികൾ തന്നെ തേടി വരാറുണ്ടെന്നും കൂട്ടിച്ചേർത്തു. സ്വന്തമായി വിവരണം തയ്യാറാക്കിയാണ് ജയൻ അനൗൺസ്മെന്റ് നടത്തുന്നത്. ഇലക്ഷൻ ഈ മേഖലയിലെ കഴിഞ്ഞാൽ അടുത്ത മേഖലയിൽ നിന്ന് അനൗൺസ്മെന്റുകൾ ഒരുപാട് വരും. അതായത് കണ്ണൂര്, തൃശ്ശൂര്, അങ്ങനെ ആ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് നേരത്തെ ഞാൻ ചെയ്യുന്നുണ്ട്. അമ്പലങ്ങളുടെയും സംഘടനകളുടെയും അവിടുന്ന് വരും. ഇതൊക്കെ കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഉടനെ വരുന്നത് ശിവഗിരി തീർത്ഥാടനമാണ്. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കോട്ടയത്തുനിന്ന് നാഗമ്പാടി, വൈക്കത്തുനിന്ന് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ അനൗൺസ്മെൻറ്റ് മുമ്പിലെ വാഹനത്തിലെ ശബ്ദം ഞാൻ എഴുതിയ വരികൾക്കാണ്. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അതിനകത്തേക്ക് ഇറങ്ങാൻ, എഴുതാൻ, പറയാൻ. അത് ഫേമസ് ആയിട്ടുള്ള പള്ളി പെരുന്നാളുകൾ, കൈപ്പട്ടൂർ വ്യാകുല മാതാപ്പള്ളിയിലെ, കാഞ്ഞൂർ പള്ളിയിലെ, ഈ തൊട്ടടുത്ത അകലെയൊക്കെയുള്ള പള്ളികളുടെയും വരും. അതിൻ്റെയും അനൗൺസ്മെൻറ്റുകൾ തയ്യാറാക്കും. പിന്നെ ചില ഡോക്യുമെൻ്ററികൾ ചെയ്യും, എഴുതി ചെയ്യും ഞങ്ങൾ ഓരോരുത്തരെ. ഇപ്പോൾ അടുത്ത ദിവസം തൊട്ടടുത്ത് ഞങ്ങൾ അനന്താനത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചരിത്രമൊക്കെ പറഞ്ഞു ചെയ്തു. ശ്രീ KK കർണൻ നിറപറ, അദ്ദേഹത്തെക്കുറിച്ചുള്ളത് ചെയ്തു. അങ്ങനെ വിവിധ ഡോക്യുമെൻ്ററികൾക്കും ശബ്ദം നൽകും, എഴുതി ശബ്ദം നൽകും. തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല ശബ്ദം നൽകുന്നത്. പദയാത്ര, പ്രൊഫഷണൽ നാടകവേദികൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയ മേഖലകളിലെല്ലാം ശ്രദ്ധേയമാണ്. ഞാനും ഇപ്പോൾ വൈക്കയിലാണ് ഞാൻ നിൽക്കുന്നത്. സുനീഷും ചേർന്നെഴുതിയ പാട്ടുകൾ
ഇത്തവണത്തെ പാരഡി രംഗത്ത് സജീവമായിട്ടുണ്ട്. ഞങ്ങൾ പരസ്പരം ആലോചിച്ച് വരികൾ, സുനീഷാണെങ്കിൽ പാടാൻ മിടുക്കനാണ്, പാട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ എഴുതും. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പാട്ടുകളും ഇത്തവണ നന്നായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മാധ്യമങ്ങളിലും ഞങ്ങളുടെ പരസ്യമുണ്ട്. ആദ്യം ചെയ്തത് ഇത്തവണ ഞങ്ങൾ ഗവിയിൽ നിന്നാണ്. ഗവിയിലെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ അനൗൺസ്മെൻ്റാണ്. പിന്നീട് ചെയ്തത് നമ്മൾ കാവാലം ഗ്രാമപഞ്ചായത്തിൻ്റെയാണ്. ഇപ്പോൾ ഈ ഭാഗത്തുള്ള മിക്ക ഭാഗങ്ങളിൽ നിന്നും, ഹരിപ്പാട്, കൊല്ലം, അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ വിളിക്കും. അതും രാഷ്ട്രീയ ഭേദമന്യേ വിളിക്കും. ഏതാപത്തിലും സങ്കടങ്ങളിലും നമുക്കൊരു തുണയായി താങ്ങായി നിൽക്കുന്ന കാലടി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിന്റെ സമഗ്രമായ പുരോഗതിക്കായി പോരാട്ട വീര്യത്തോടെ പ്രവർത്തിക്കാൻ മറക്കാത്ത ചിഹ്നം, നമുക്ക് താങ്ങും തടലുമായ ചിഹ്നം.